എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് പേര് തനിച്ച് താമസിക്കുന്നവരുണ്ട് കേട്ടോ. അതിപ്പം കുറേ കാലങ്ങളായിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുന്ന കുറച്ച് ഗേൾസ് ഓൺലി ഫ്ലാറ്റിലും ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ പറയാറുണ്ട് ഇങ്ങനെ ചേച്ചി കാണിക്കുന്ന ഡിഷസ് ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്, പക്ഷെ നമുക്കത് കുക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊന്നും പലപ്പോഴും ഉണ്ടാവാറില്ല എന്ന്. ഞാനിപ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഈ ബുദ്ധി വെച്ചപ്പോഴത്തേക്ക് ഇച്ചിരി താമസിച്ചു പോയി. ഞാനും പണ്ട് ഹോസ്റ്റലിലും ഒറ്റയ്ക്കൊക്കെ ജീവിക്കുമ്പം എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒന്നും സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് ഒരുപാട് കാശ് സേവ് ചെയ്യാൻ പറ്റും പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡാണെങ്കിലും. ഹെൽത്ത് വൈസും ഹെൽത്തി ആയിട്ടുള്ള ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം അല്ലേ. ഇപ്പോഴും ചിന്നുമായിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ടല്ലോ, ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ. അതിനകത്ത് ചിന്നും ഞാനും ഒരു സത്യം വെളിപ്പെടുത്തിയിരുന്നു. നമുക്ക് രണ്ടുപേർക്കും മുട്ട പുഴുങ്ങാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട്. വേറെ ഇനി എന്തുണ്ടാക്കിയാലും നമുക്ക് ബേസിക് കുറച്ച് കാര്യം അറിയില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ എനിക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ് ചോറിൻ്റെ വേവ്. അത് സാധാരണ ചോറല്ല, ഇപ്പോൾ ഒരു 1 പോട്ട് ബിരിയാണി അല്ലെങ്കിൽ 1 പോട്ട് പുലാവ് അങ്ങനെയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നെങ്കിൽ വെള്ളം ആയിപ്പോവും അല്ലെങ്കിൽ സ്റ്റിക്കി ആയിപ്പോവും, അങ്ങനെ എന്തെങ്കിലും ഒരു രീതിക്ക് അത് അവസാനിക്കുള്ളൂ. അപ്പോൾ ആ റിസ്ക് ഞാൻ എടുക്കാറില്ല, വേറെ വേറെയാണ് ചെയ്യാറ്. പക്ഷേ ഒരു സംഭവം ഞാൻ വാങ്ങിച്ചതിന് ശേഷം ഇറ്റ് ഹാസ് ഗോട്ടൻ all easy and that is none other than V-Guardന്റെ ഇലക്ട്രിക് റൈസ് കുക്കർ. ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ വീട്ടിൽ നമ്മൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസിന് കണക്കില്ല. വെജിറ്റേറിയൻ ആയിക്കോട്ടെ, നോൺ വെജിറ്റേറിയൻ ആയിക്കോട്ടെ, ഇപ്പം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേര് പ്രോട്ടീൻ റിച്ച് ഫുഡ് വേണം, അതിൽ വരെ നമുക്ക് 1 പോയിന്റ് ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പം തക്കിട്ടൂൻ്റെയും വിഷ്ണുവേട്ടനെയും നമ്മുടെയൊക്കെ ഒരു ഫേവററ്റ് ഇൻ ഹൗസ് സംഭവമുണ്ട്, സോയ റൈസ്. പണ്ട് സ്ഥിരമായിട്ട് കാശിമ്മ വീട്ടിലുണ്ടാക്കുമ്പം ഞാൻ എത്തി നോക്കാറ് പോലും ഇല്ല, അമ്മാതിരി ടേസ്റ്റാണ്. പക്ഷെ ആള് 2-3 പാത്രമൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. പക്ഷെ ഇപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഒരു സോയ ചങ്ക്സ് റൈസ് നമുക്ക് ഉണ്ടാക്കിയാലോ. ഓക്കെ, സൂപ്പർ ഈസി. അപ്പൊ ഈ ഇലക്ട്രിക് റൈസ് കുക്കറിന്റെ കൂടെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇറ്റ് ഓൾറെഡി കംസ് വിത്ത് അലുമിനിയം പോട്ട് ഓർ വെസൽ. അത് 2 ടൈപ്പിൽ വരും. പിന്നെ അതുപോലെ നമുക്ക് റൈസ് സെപ്പറേറ്റർ, ഈ സ്ട്രെയിനർ ഇത് വരും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് സ്പാച്ചുല വരും. നമ്മുടെ സ്പാച്ചുല വരും, ഒപ്പം നമ്മുടെ മെഷറിംഗ് കപ്പും വരും. ശരിക്കും നമ്മൾ ചില സമയത്ത് ഓരോ റെസിപ്പി വായിക്കുമ്പം 1 ഗ്ലാസ് റൈസിന് വിഷ്ണുവേട്ടൻ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ സ്പ്രിംഗ് റോള് കഴിച്ചുകൊണ്ടിരിക്കുക, എന്താണെന്നറിയാത്തൊരു സന്തോഷം. ഓക്കെ, അപ്പോൾ തക്കിട്ടൂന് മാത്രമല്ല അത് സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ള തെളിവ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതെങ്ങനെ ഉണ്ടാവും എന്ന് ഉള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. കാരണം ഇറ്റ് ടേക്സ് us just 10 minutes. നമ്മൾ അരമണിക്കൂറിൽ ഉണ്ടാക്കുന്ന റൈസാണ് നമ്മൾ വെറും 10 മിനിറ്റിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പലപ്പോഴും ഈ മെഷർമെൻറ്റ് ഓൺലൈനൊക്കെ നമ്മൾ കാണുമ്പോൾ ഇത് ഏത് ഗ്ലാസ്സിലാണ് റൈസിൻ്റെയും വെള്ളത്തിൻ്റെയും കണക്കെടുക്കാൻ നമുക്ക് കൺഫ്യൂഷൻ ആവാറില്ലേ. അതിന് ഒരു കൺഫ്യൂഷൻ വേണ്ട. ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഈ കപ്പും ഈ സ്പാച്ചുലയും ഉണ്ടായാൽ നമ്മുടെ കാര്യം എളുപ്പമായി. ഈ കപ്പിൽ 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം, അതാണ് കണക്ക്. വേറൊന്നും കൂടുതൽ ചിന്തിക്കാനില്ല. പിന്നെ ഇതിൻ്റെ ക്ലീനിങ്ങും അതൊക്കെ സൂപ്പർ ഈസിയാണ്. എന്തുണ്ടാക്കി കഴിഞ്ഞാലും കുറച്ച് വെള്ളവും ഇച്ചിരി റിൻസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ അകത്ത് സൂപ്പർ ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഓക്കെ, അപ്പോൾ ഇതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു 4-5 ഐറ്റം മാത്രം മതി. ആദ്യം തന്നെ നമ്മൾ സോയ ആയതുകൊണ്ട് നല്ല സോക്ക് ചെയ്ത് വെച്ച സോയ, ഇത് ഞാൻ കുഞ്ഞു സൈസുള്ള സോയാണ് എടുത്തിട്ടുള്ളത്. പാക്കിട്ടൂന് ഈ സോയ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് വേണ്ടുന്ന വെജീസ് എന്ന് പറയുന്നത് സവാള, തക്കാളി, മല്ലിയില, പച്ചമുളക്, ഗാർലിക്. ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെക്കാത്ത എന്താണെന്നറിയോ, ഇതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ചാണ് ഈ പോട്ടിനകത്തോട്ട് ഇടാൻ പോണത്. അത്രയും എളുപ്പമാണ് കാര്യം. ഓക്കെ, പിന്നെ നമ്മുടെ മസാലകൾ അതിപ്പം ഏത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇച്ചിരി ടേസ്റ്റിന് വേണ്ടി മാത്രം എക്സ്ട്രാ ആയിട്ട് ഇടുന്നത് ചിക്കൻ മസാലയാണ്. അതായത് കാശ്മീരി മുളകുണ്ട്, ഉപ്പുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഉണ്ട്, ഗരം മസാലയുണ്ട്, കൂടെ ഇച്ചിരി ചിക്കൻ മസാലയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് നമ്മുടെ എണ്ണ, ഒരിച്ചിരി എണ്ണ വേണം നമുക്ക് ഒഴിക്കാൻ വേണ്ടി, വെളിച്ചെണ്ണ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ബസ്മതി റൈസ് അത് മറക്കരുത്. ബസ്മതി റൈസ് അല്ലെങ്കിൽ ജീരകശാല അരി എന്താന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം. അപ്പം ലെറ്റ്സ് ബിഗിൻ. ഇച്ചിരി എണ്ണ ഒഴിക്കുവാണ്, വളരെ കുറച്ച് മതി കേട്ടോ. നമ്മൾ റിക്വയർമെൻ്റ് അനുസരിച്ച് സവാള ഇട്ട് തുടങ്ങാം. ഗാർലിക് ഇടുക, പിന്നെ നമ്മളെ സവാളയും പച്ചമുളകും, അതിനുശേഷം നമ്മുടെ സോയ ആഡ് ചെയ്യുക. തക്കാളി ഇട്ടു,
അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം ഇനി നമ്മൾ നമ്മുടെ മസാലകൾ ഇടുവാണ്. ആദ്യം നമ്മുടെ കശ്മീരി മുളക് ഇടുക, ഇച്ചിരി മാത്രം മല്ലിപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഇച്ചിരി ഗരം മസാല, പിന്നെ ഒരു ഫ്ലേവറിന് ഞാൻ ചിക്കൻ മസാലയും കൂടി ഇടുവാണേ. അപ്പോൾ 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളമാണ്. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് 2 കപ്പ് റൈസിന് 4 കപ്പ് വെള്ളം. 3ാമത്തെ കപ്പ്. ഓക്കെ, അപ്പോൾ ഇനി 4ാമത്തെ കപ്പും കൂടെ ഇട്ടു. നമ്മളിതങ്ങ് അടച്ചു വെക്കാം. സമയമാകുമ്പം നമ്മൾ അറിയിച്ചോളും റെഡിയാണെന്ന്. അപ്പോൾ നമ്മളിത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് വാമിലാണ് ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ നൈസായിട്ട് ഇത് കുക്കിലോട്ട് മാറ്റാം. എന്നിട്ട് കുക്ക് ചെയ്തതിന് ശേഷം ഇത് നേരെ വാമിലേക്ക് പോയിട്ട് ഒരു 5 മണിക്കൂറോളം നമുക്ക് ഇതേ റൈസ് കുക്കറിൽ ഫുഡ് വെച്ചാൽ നല്ല ചൂടായിട്ട് അങ്ങനെ തന്നെ സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ റൈസ് കുക്കായതിന് ശേഷം ആ കുക്കിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് വാമിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം, ഈ സ്റ്റീമൊക്കെ ഇച്ചിരി ഒന്ന് കുറയട്ടെ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് നൈസായിട്ട് ഒന്ന് മല്ലിയില അതിൻ്റെ മേലെ കൂടി ഒന്ന് വിതറിയെടുക്കാം. എന്നിട്ട് നമ്മുടെ റൈസ് റെഡി. കാണണ്ട എങ്ങനെയുണ്ടെന്ന്. നല്ല സ്മെല്ലുണ്ട് ഇവിടെ ഒരു 10 മിനിറ്റ് ആയിട്ട്. അപ്പോൾ ബിരിയാണിയാണോ കുക്ക് ചെയ്യുന്നതെന്ന് എൻ്റെ ഭർത്താവ് ചോദിച്ചു. അത്രയും നല്ല സ്മെല്ലുണ്ട്. ബാക്കി നമുക്ക് കണ്ടറിയാം. ഇപ്പോൾ നമ്മളിതാ കറക്റ്റ് റൈസ് നോക്കിയേ, നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ലുക്കൊക്കെ ഉണ്ട്. ഇനി നമുക്ക് എരിയൊക്കെ കുറച്ച് അധികം വേണ്ടുന്നവർക്ക് കുറച്ച് വേണമെങ്കിൽ കുറച്ച് മസാല ഒക്കെ ആഡ് ചെയ്ത് എടുക്കാം. പക്ഷെ ഇത് എനിക്കും തക്കിട്ടൂനും നമുക്കൊക്കെ കറക്റ്റാണ്. കുറച്ച് സാലഡും കൂടെ ഇതിൻ്റെ സൈഡിൽ വല്ല കച്ചമ്പറോ അങ്ങനെ ചള്ളാസോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ വീട്ടിലൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് ഇനി ഒരു ടെൻഷനും ഇല്ലാണ്ട് നല്ല സിമ്പിളായിട്ട്, കണ്ടില്ലേ, ഒന്നും വേണ്ട, ഉള്ള എല്ലാ സാധനം ചുമ്മാ അങ്ങ് ഇട്ട് വെച്ച് അടച്ച് കുക്കിംഗ് മോഡിലോട്ട് ഇട്ടാൽ മതി. ബാക്കി നമ്മുടെ വി ഗാർഡൻ്റെ ഇലക്ട്രിക് റൈസ് കുക്കർ നോക്കിക്കോളും. ഇത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം എസ്പെഷ്യലി അതൊരു മീലാകുമ്പോഴേ അതിൻ്റെതായിട്ടുള്ള സമയം എടുക്കും. പക്ഷേ ഇത് കിടിലനാട്ടോ. അപ്പം നമുക്കിതൊരു പ്ലേറ്റിൽ ഇട്ടിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. തക്കിട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബാ, സോയ റൈസ് എങ്ങനെയുണ്ട് സ്മെല്ല്? നൈസ്. ടേസ്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ചൂടുണ്ട്. നമ്മൾ കാശിം ഉണ്ടാക്കുന്ന സോയ റൈസിൻ്റെ ടേസ്റ്റ് ഉണ്ടോയെന്ന് പറയണേ. ഒരു ചെറിയൊരു കുറവ് മാത്രമുള്ളത്, ഇച്ചിരി മസാല കുറഞ്ഞു പോയി. അപ്പോൾ അത് അടുത്ത പ്രാവശ്യം കുക്ക് ചെയ്യുമ്പം അത് നികത്തി ശരിയാക്കിക്കോളാം. ഗുഡ്. അപ്പം നമുക്കിപ്പോൾ രാവിലെ പിള്ളേർക്കുള്ള ടിഫിൻ ബോക്സ് റെസിപ്പി ആണെങ്കിലും, നമുക്ക് ഫ്രണ്ട്സ് പെട്ടെന്ന് കയറി വരാണെങ്കിൽ, പെട്ടെന്നൊരു ലഞ്ച് വേണമെന്ന് പറയുകയാണെങ്കിലും, നമുക്ക് ബോറടിക്കുകയാണ്, എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് വാട്ട് യു നീഡ് ടു ഡു. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.